Hi everyone. ഒരു സ്ലൈഡ് പ്രിപ്പറേഷനിലൂടെ അതിൻ്റെ ഓഡിയോയിലൂടെ ക്ലാസ് എടുക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരുപാട് അപാകതകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാച്ചപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപാകതകൾ ഒരുപാടുണ്ടെന്നറിയാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി ആ രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 2 chapters, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജ് അറ്റ് റെസ്റ്റ്. അഥവാ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചുള്ള പഠനം. ആ ഇലക്ട്രിക് ചാർജ് റെസ്റ്റിലാണ്, അത് മൂവ് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ചലിക്കാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ള പഠനമാണ് ഇലക്ട്രിക് ചാർജ്. സോ ഇലക്ട്രിക് ചാർജ് ഏറ്റവും ബേസിക് ആയിട്ട് അറിയുന്നത്, എൻട്രൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നല്ലൊരു അവബോധം ഉണ്ടാവുന്നതാണ് ഇലക്ട്രിക് ചാർജ് ഈസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. നമുക്കറിയാം, മാറ്ററിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഷേപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. അതിലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അധികം പറയാറില്ലെങ്കിലും ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ്. ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നമ്മൾ ബേസിക്കലി സബറ്റോമിക് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ, ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത് പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത് ഇലക്ട്രോണുമാണ്. പിന്നെ ഒരാളും കൂടിയുണ്ട് നമ്മൾ പരിചിതമായിട്ടുള്ള സബറ്റോമിക് പാർട്ടിക്കിൾ, ന്യൂട്രോൺ ആണ്. അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, അത് ന്യൂട്രലാണ്. ഇനി ഈ ചാർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ചാർജസിനെ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം രണ്ട് തരത്തിലുള്ള ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. രണ്ടും ഈക്വൽ എമൗണ്ട് ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ആറ്റം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അതിലുണ്ടായിരിക്കും. ഇനി അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ ഒരു ചാർജ് ഇല്ലാത്ത ബോഡീനെ നമുക്ക് ചാർജ് ഉണ്ടാക്കാം. ഫസ്റ്റ് മെത്തേഡാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ പരസ്പരം ഉരസുക, റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ആ രണ്ട് വസ്തുക്കൾക്കും ഓപ്പോസിറ്റ് ചാർജാണ് കിട്ടുക. അടുത്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ബോഡി, അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അത് ചാർജ് ഇല്ലാത്ത അഥവാ സീറോ ചാർജിൽ ഒരു ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അതിൽ പുതിയതായിട്ടൊരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, ഇൻഡക്ഷൻ. അടുത്തത് ചാർജിങ് ബൈ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി വേറൊരു ചാർജുള്ളായിട്ടുള്ള ബോഡിയിൽ ടച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ ചാർജ് ഉള്ളിടത്ത് നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ചാർജിങ് മെത്തേഡ്. എൻട്രൻസിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. ഡ്യൂറിങ് ചാർജ് ചെയ്യുന്ന സമയത്ത് മാസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി സ്ലൈറ്റ്ലി ഡിക്രീസസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി സ്ലൈറ്റ്ലി ഇൻക്രീസസ്. അവിടെ ഒരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്, ഒരിക്കലും നമുക്ക് പ്രോട്ടോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയൂല. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഇലക്ട്രോണിനെയാണ്. കാരണം ഇലക്ട്രോൺ പുറത്തെ ഷെല്ലിലുള്ളതാണ്. ഇലക്ട്രോണിനെ നമുക്ക് കൈമാറ്റം ചെയ്യാം, പക്ഷെ പ്രോട്ടോണിനെ കൈമാറ്റം ചെയ്യൂല. അപ്പോൾ ഈ ചാർജിങ്, പോസിറ്റീവ് ചാർജ് എപ്പോഴാണ് കിട്ടുക എന്ന് വെച്ചാൽ, ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ കുറവാണ് പോസിറ്റീവ് ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിൽ പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആണെന്ന്. ഒരു സാധനം ഇപ്പോൾ Na+ ആവണമെങ്കിൽ ആ Na+ എന്ന് പറയുന്ന ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, Na+ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നത് എക്സസ് ഓഫ് ഇലക്ട്രോൺ വരിക. ഇപ്പോൾ നമുക്കറിയാം Cl-, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ Cl-ൽ 17 പ്രോട്ടോൺ ഉണ്ട്, അതിൽ 17 ഇലക്ട്രോണും ഉണ്ട്. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതുമ്പോൾ 17 ഇലക്ട്രോണിൻ്റെ നിങ്ങൾ എഴുതാറ്. എന്നാൽ ഒരു ഇലക്ട്രോണിന് കൂടി അത് വാങ്ങിക്കഴിഞ്ഞാലോ, അത്
ഒന്നും കൂടി എന്തായിട്ട് മാറി, ഒരു ഇലക്ട്രോൺ എക്സസ് ആയിട്ട് മാറി. അപ്പോൾ അത് Cl മുകളിൽ നിങ്ങളൊരു മൈനസ് ഇട്ട് കൊടുക്കും. അതാണ് കുറച്ച് കെമിസ്ട്രി ആണ്. അതിനർത്ഥം എന്താ വെച്ചാൽ നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ ഇലക്ട്രോണ് കൂടുതലായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ മാസ് കൂടുതലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ മാസ് കൂടും. പോസിറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാസ് കുറയുക ചെയ്യാം. ഈ മാസ് transferred or adding during charge, m is equal to n into mass of electron. n പറഞ്ഞ നമ്പർ, എത്രത്തോളം, where n is the number of electrons added or removed ആണ്. അഥവാ എത്രത്തോളം n നമ്പർ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നുണ്ട് ഇൻറ്റു മാസ് ഓഫ് ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 into 10⁻³ കിലോഗ്രാം. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വാല്യൂസ്. ചാർജ് ഓഫ് പ്രോട്ടോൺ, ഇവിടെ കുറച്ച് വാല്യൂസ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.6 into 10⁻19 കൂളാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10⁻31 കിലോഗ്രാം ആണ്. മാസ് ഓഫ് പ്രോട്ടോൺ 1.67 into 10⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ ഇത്രയും മാസുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ആൻഡ് SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളമാണ്. 1 കൂളം ഈസ് ഈക്വൽ ടു 1 ആംപിയർ ഇൻറ്റു 1 സെക്കൻഡ് ആണ്. അഥവാ 1 കൂളം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം I is equal to Q/T. കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്നുണ്ടായിരുന്നു. Q equal to IT എന്നുള്ള ഐൻ്റെ യൂണിറ്റ് ആംപിയർ, ടൈം കിട്ടി. സോ ദാ ചാർജ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് Q is equal to I ൻ്റെ I ഇലക്ട്രിക് കറണ്ടാണ്, T ടൈമാണ്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അഡിറ്റിവിറ്റി. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഡിറ്റിവിറ്റി, ഒരു മെറ്റീരിയലിലുള്ള ടോട്ടൽ ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ, ഒരു ബോഡിയിൽ ഒരു പോസിറ്റീവ് ചാർജ്, 2 പോസിറ്റീവ് ചാർജ്, 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് 6 പോസിറ്റീവ് ചാർജാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം, സിമ്പിൾ. അടുത്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് എപ്പോഴും ചാർജ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ n ഇൻറ്റു E ആണ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ്, n എന്ന് പറഞ്ഞാൽ ഹൂൾ നമ്പർ ആണ്. വേറെ n ഈസ് ദ ഹൂൾ നമ്പർ ആണ്. ഞാൻ നമ്പർ എന്ന് എഴുതിയിട്ടുള്ളൂ. ഹൂൾ നമ്പർ എന്ന് പറഞ്ഞാൽ അത് 1 0 1 2 3 എന്നായിരിക്കും. അതിൻ്റെ ഇടയിൽ 1.5 2.5 3.5 ആ പരിപാടിയില്ല. ഓൺലി ഹൂൾ നമ്പർ. അതാണ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസർ ആണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹൂൾ നമ്പർ ഉണ്ടാവും. ഇലക്ട്രോണിക് ചാർജ് ആണിത്. പിന്നെ കൺസർവേഷൻ, നിങ്ങൾക്ക് അറിയുണ്ടാവും, മാസ് കൺസർവേഷൻ, എനർജി കൺസർവേഷൻ. അതുപോലെ തന്നെ ചാർജും കൺസർവ്ഡ് ആണ്. ചാർജ് ഒരിക്കലും ഒരു റിയാക്ഷനിൽ പുതിയതായിട്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഇല്ലത് അഥവാ റിയാക്ഷൻ സൈഡിലുള്ള ചാർജ് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, Coulomb's law. Coulomb's law states that force of attraction or repulsion between any two charges is directly proportional to product of their charges and inversely proportional to square of distance between them. ഇതാണ് Coulomb's law പറയുന്നത്. Coulomb's law പ്രകാരം, അഥവാ മാത്തമാറ്റിക്കലി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അഥവാ നമുക്കറിയാം പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഉണ്ട്. ആ 2 ചാർജും ഈക്വൽ ഓപ്പോസിറ്റ് ചാർജുകളാണ് നമുക്കറിയാം. പോസിറ്റീവും നെഗറ്റീവും ഓപ്പോസിറ്റ് ചാർജാണ്. പോസിറ്റീവും വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു റിപ്പൽഷനാണ്. നെഗറ്റീവും അടുത്തുകൊണ്ടെന്ന് വെച്ചാലും അതിൻ്റെ ഇടയിൽ റിപ്പൽഷൻ ഉണ്ടാവും. റിപ്പൽഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്, ആണല്ലോ, തള്ളിപ്പോവുക, റിപ്പൽ ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. സിമിലർലി നെഗറ്റീവ് എന്ന് പറഞ്ഞാലും പോസിറ്റീവ് എന്ന് പറഞ്ഞാലും റിപ്പൽഷൻ. അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും വരികയാണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. 2 ചാർജുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുക. സോ F is equal to Q1 അട്രാക്ഷൻ, അതൊരു ഫോഴ്സാണ്. അപ്പോൾ കൂളംസ് ലോ പറയുന്നത് F പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആണ്. അഥവാ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ Q1 ഇൻറ്റു Q2. F പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അഥവാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഇത് ഞാൻ അധികം പറയാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത്. സോ F ഇൻ എയർ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റിന് ആഡ് ചെയ്തു. ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ് 1/4πε0 Q1 Q2/r². ഇത് F എയറിലാണ്. എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം
മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇനി വെക്റ്റർ ഫോമിൽ എഫ് ഇസ് ഈക്വൽ ടു 1/4 q1 q2 r സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഒരു യൂണിറ്റ് വെക്റ്റർ നമ്മളിവിടെ ആഡ് ചെയ്തു. ആർ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ആർ വെക്റ്റർ ബൈ മോഡ് ആർ. ഇനി അപ്സലോൺ സീറോ ഉണ്ട്. ഇതിൽ ഓരോ ടേമുകളാട്ടോ പറയുന്നത്. അപ്സലോൺ സീറോ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, നോട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ദാറ്റ് ഈസ് 8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ റൈസ് ടു -1 മീറ്റർ റൈസ് ടു -2. 1/4 എപ്സിലോൺ സീറോൻ്റെ വാല്യൂ ഇത് പ്രോബ്ലത്തിൽ ആവശ്യമുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണ്. 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ കൂളം റൈസ് ടു -2 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ എപ്സിലോൺ സീറോയുടെ വാല്യൂം അതുപോലെ തന്നെ 1/4 എപ്സിലോൺ സീറോ ഇത് ടോട്ടൽ ടേം ആണ്. ഈ ടേമിൻ്റെ വാല്യൂവും പഠിച്ചു വെക്കണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാരാമീറ്റർ ആണ്. പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് അപ്സലോൺ ആർ, അപ്സലോൺ ഡിവൈഡഡ് ബൈ അപ്സലോൺ സീറോ, അഥവാ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതുകൊണ്ട് തന്നെ എഫ് മീഡിയത്തിൻ്റെ ഇക്വേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. 1/4 അപ്സലോൺ സീറോ നമ്മളിവിടെ അപ്സലോൺ എന്നാണ് വരിക. അപ്സലോൺ എന്ന് പറയുന്നത് അപ്സലോൺ ആർ ഇൻറ്റു അപ്സലോൺ സീറോ വരിക. അപ്പോൾ 1/4 അപ്സലോൺ സീറോ ഇൻറ്റു അപ്സലോൺ ആർ q1 q2 r സ്ക്വയർ. ഇത് മാഗ്നിറ്റ്യൂഡാണ്. ഇനി നമുക്ക് നേരത്തെ ഉള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ എഫ് എയർ, ആ രണ്ട് ഇക്വേഷനും അഥവാ എഫ് മീഡിയം ബൈ എഫ് എയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് എപ്സിലോൺ ആർ. ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. ഇതൊക്കെ പാടെ ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കുമ്പോഴേക്ക് സമയം എടുക്കുന്ന രീതിയിലാണ് ഞാൻ എല്ലാം ടൈപ്പ് ചെയ്യാത്തത്. പിന്നെ അതിൻ്റെ എപ്സിലോൺ സീറോയുടെ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഡയമെൻഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് ഫോഴ്സ് ഒരു പോയിന്റിൽ വരികയാണ്, അല്ലെങ്കിൽ ഒരു ചാർജിൽ വേറെ ഒരുപാട് ചാർജുകളെ കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. ഫോഴ്സ് ഓൺ എനി ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് അതർ ചാർജസ്, ദ വെക്റ്റർ സം ഓഫ് all the forces on that charge due to other charges എന്ന് പറഞ്ഞാൽ എഫ് ടോട്ടൽ എന്ന് പറയുന്നത് അഥവാ ഒരു ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ബാക്കി ഒരുപാട് ചാർജസുകൾ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. രണ്ട് ചാർജുകൾക്കിടയിലാണല്ലോ ഫോഴ്സ് ഉണ്ടാവുക. അങ്ങനെ ഒരു ചാർജിൽ തന്നെ രണ്ടിൽ കൂടുതൽ ചാർജുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഓരോന്നിൻ്റെ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 1ഉം 2ഉം 1ഉം 3ഉം 1ഉം 5ഉം 1ഉം 4 എന്നും പറഞ്ഞ് അതിൻ്റെ എല്ലാം സമ്മാണ് അതിലുണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്നാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. It is a space surrounding by a charge where another charge experiences a force. എന്നല്ല, ഒരു ചാർജിന് ചുറ്റും വേറൊരു ചാർജിൻ്റെ എഫക്റ്റ് കാണുന്ന ഒരു ഏരിയയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഒരു ചാർജ് വെച്ചു, വേറൊരു ചാർജ്, ഒരു നെഗറ്റീവ് ചാർജോ, ഇപ്പം എൻ്റെ കയ്യിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതാ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മൗസ് പോയിന്റ് ഉള്ളിടത്തൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. കുറേ അപ്പുറത്ത് ഇതാ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഒരു റിപ്പൽഷനും ഉണ്ടാവില്ല. ഇവരൊന്ന് അടുത്ത് വന്നാലാണ് എന്തുണ്ടാവുക? റിപ്പൽഷൻ ഉണ്ടാവുക. സോ ഒരു ചാർജ് മറ്റൊരു ചാർജിനെ അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഏരിയനെ, ആ സ്പേസ്, ആ 3 ഡയമെൻഷണൽ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അഥവാ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ഇറ്റ് ഈസ് മെഷർ ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് E is equal to F/Q, ഇലക്ട്രിക് ഫോഴ്സ് ബൈ ടെക്സ്റ്റ് ചാർജ് Q ആണ്. ആൻഡ് ദാറ്റ് ഈസ് E is equal to F/Q, where E എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്, Q F ഇലക്ട്രിക് ഫോഴ്സ്, Q ചാർജ് ആണ്. സോ എഫ് നമ്മൾ നേരത്തെ എഫ് എയറിലെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച കൂളംസ് ലോ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q1 Q2 ഒരു Q പോകും, ബാക്കി 1/4 Q by R സ്ക്വയർ ആണ്. SI യൂണിറ്റ് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളാണ്. ന്യൂട്ടൺ
പെർ കൂളം, ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കൂളം. പിന്നെ വോൾട്ട് ഇൻറ്റു ബൈ മീറ്റർ എന്നുള്ള യൂണിറ്റും കൂടി ഇതിനുണ്ട്. നൾ പോയിന്റ്. അറ്റ് നൾ പോയിന്റ് റിസൾട്ടിങ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് 0 എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു പോയിന്റുകളിൽ ഇവിടെ നമ്മൾ 3 കേസായിട്ടാണ് പറയുന്നത്. കേസ് 1, 2 unequal like charges separated by a certain distance. ഈക്വൽ അല്ലാത്ത അഥവാ അൺഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ സെയിം അല്ല, ലൈക്ക് ആണ്. ലൈക്ക് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. കണ്ടോ, പ്ലസ് Q1 പ്ലസ് Q2 സെപ്പറേറ്റഡ് ബൈ എ സർട്ടൻ ഡിസ്റ്റൻസ്, കുറച്ച് അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നൾ പോയിന്റ് ഉണ്ടാവും. നൾ പോയിന്റ് പറഞ്ഞാൽ ആ രണ്ട് ചാർജും കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫോഴ്സ് 0 ആകുന്ന പോയിൻ്റാണ് നൾ പോയിന്റ്. അപ്പോൾ പി എന്ന് പറയുന്നത് നൾ പോയിന്റ്. ഇപ്പം നമ്മൾ ഈ പി എന്ന് പറയുന്നത് ലെറ്റ് പി ഈസ് ദ നൾ പോയിന്റ്. ദെൻ അറ്റ് പി അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് EQ1 ഉം EQ2 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അത് രണ്ടും ഈക്വൽ, ഫോഴ്സ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആയിരിക്കും, 0 ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ 1/4 EQ1 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും നമ്മൾ ഇക്വേഷൻസ് ഇവിടെ ഇട്ട് കൊടുക്കുക. EQ1 is equal to EQ2 അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4 1/4 കട്ട് ചെയ്ത് പോയി. ദെൻ Q1/R1² is equal to Q2/R2². ഇനി അറ്റ് നൾ പോയിന്റ് ഇപ്പം നമ്മൾ കിട്ടിയ കണ്ടീഷൻ, ഇറ്റ് ലൈസ് വിത്തിൻ ദ സിസ്റ്റം, അഥവാ ഈ Q1ൻ്റെയും Q2ൻ്റെയും ഇടയിലായിരിക്കും നൾ പോയിന്റ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് നിയറർ ടു സ്മോളർ ചാർജ്. പോയിന്റ് ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ +2 കിട്ടിയിട്ടുണ്ടാവില്ല. അഥവാ ഏറ്റവും ചെറിയ ചാർജിൻ്റെ അടുത്താണ് നൾ പോയിന്റ് ഉണ്ടാവുക. കേസ് 2, 2 ഈക്വൽ ലൈക്ക് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സർട്ടൻ ഡിസ്റ്റൻസ്. 2 ഈക്വൽ ആണ്, Q1 Q2 ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ Q1 Q2 ഈക്വൽ അല്ലാത്ത കേസാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം, Q1 Q2 ഈക്വൽ ആയിട്ടുള്ള ലൈക്ക് ഇപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിലായിരിക്കും. അതാ ദ നൾ പോയിന്റ് ഈസ് ലൈസ് എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ. R1 എന്ന് പറഞ്ഞാൽ Q1ൽ നിന്ന് നൾ പോയിന്റിലേക്കുള്ള ദൂരം, R2 എന്ന് പറഞ്ഞാൽ Q2ൽ നിന്ന് നൾ പോയിന്റിലേക്കുള്ള ദൂരം. കേസ് 3, 2 unequal എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, അൺഈക്വൽ എന്ന് പറഞ്ഞാൽ വാല്യൂ സെയിം അല്ല. അൺലൈക്ക് പറഞ്ഞാൽ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, സെപ്പറേറ്റഡ് ബൈ എ സർട്ടൻ ഡിസ്റ്റൻസ്. അങ്ങനെയാകുമ്പോൾ ഇതാണ് ഫിഗർ വരിക. Q1 Q2 ഇതിൻ്റെ പുറത്താണ്, സിസ്റ്റത്തിന് പുറത്താണ് നൾ പോയിന്റ് ഉണ്ടാവുക. ഫിഗർ അതാണ് സൂചിപ്പിക്കുന്നത്. ഫിഗർ ഒന്ന് നേരെ നോക്കണേ, എല്ലാ കാര്യവും ഇതിലുണ്ട്. ഞാൻ വീഡിയോ ലോങ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അറ്റ് നൾ പോയിന്റ് നമ്മൾ പറഞ്ഞു ലൈസ് ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റം. ഇതെന്തായാലും ഇതുപോലെ തന്നെ കാര്യം Q1/R1, കാരണം നമ്മൾ E പ്ലസ് Q is equal to E minus Q, അഥവാ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ്. Then it lies outside of the system and it is nearer to smaller charge. ഏതാണോ ചെറിയ വാല്യൂ, ഇപ്പോൾ ഇവിടെ -Q ആണ് നമ്മൾ ചെറുതായിട്ട് എടുത്ത്, അപ്പോൾ അതിൻ്റെ അടുത്തായിരിക്കും. +Q ആണ് ചെറുതെങ്കിൽ അങ്ങോട്ടുണ്ടാവും അതിൻ്റെ വാല്യൂ. So next is electric dipole. Two equal and opposite charges are separated by small distance. അഥവാ രണ്ടും ഈക്വൽ +Q - Q, അഥവാ +10 or -10, which is separated by small distance. അഥവാ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ ലെങ്ത് ആണ്, ഡൈപ്പോളിൻ്റെ ലെങ്ത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതിവിടെ 2a ആണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ +Qൻ്റെയും -Qൻ്റെയും ഇടയിലുള്ള ദൂരമാണ് ഡൈപ്പോൾ ലെങ്ത്. ഇനി ഡൈപ്പോൾ മൊമെൻ്റ് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇത് വേറെയാണ്,
ഈ പിക്ചർ വേറെയാണ്, അതുകൊണ്ട് ഇതിൽ എ ബി ഒന്നും കാണാത്തത്. ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡൈപോൾ മൂവ്മെൻറ്റ് പറയുന്ന വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ലെങ്ത് ഓഫ് ദ ഡൈപോൾ എ ബി ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 2a. വെക്റ്റർ 2a. The direction is and the length of the dipole is from negative to positive. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. വെക്റ്റർ ആകുമ്പോൾ അതിന് ഡയറക്ഷൻ ഉണ്ടാവും, നിങ്ങൾ പഠിച്ചാണല്ലോ. ഇനി അടുത്ത് ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെൻറ്റ് പി എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ്. പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. അഥവാ പി ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് പറഞ്ഞാൽ ക്യൂ, ഒരു ചാർജിൻ്റെ വാല്യൂ, ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് ചാർജിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2a അല്ലേ, ഇൻറ്റു 2a. ഡയറക്ഷൻ ഓഫ് പി ഈസ് അലോങ് 2a, അലോങ് ദ ഡയറക്ഷൻ ഓഫ് 2a എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അഥവാ ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനും ആരുടെ ഡയറക്ഷൻ തന്നെയാണ്, നമ്മുടെ ചാർജിൻ്റെ ലെങ്ത്തിൻ്റെ ഡയറക്ഷനാണ്. ആൻഡ് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ആൻഡ് യൂണിറ്റ് ഓഫ് ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കൂളോം മീറ്റർ ആണ്. കൂളോം മീറ്റർ. നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. നോക്കിക്കോ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓർ ആക്സിസ് ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഫിഗർ ഇതാ, പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ വന്നിട്ട്. എൻ്റെ ഇക്വേഷൻ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 2pr. പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഡൈപോൾ മൂവ്മെൻറ്റ്, ബൈ r² മൈനസ് a² ഹോൾ സ്ക്വയർ. എ എന്ന് പറയുന്നത് ഹാഫ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ ആണ്. അതുപോലെ ആർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഡൈപോളിൽ നിന്ന് ആ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ദൂരം, പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഫോർ ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ് ഈ ആറ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കുറേ അകലെ ആണ് ഈ ആറെങ്കിൽ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 2p/r³. അഥവാ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ. ആക്സിയലിലെ ആംഗിൾ 0 ആയിരിക്കും, ഇക്വറ്റോറിയൽ ലൈനിലെ ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്സിയൽ. അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലൈനിൽ എവിടെ വെച്ചാലും വരുന്നതാണ് ഇക്വറ്റോറിയൽ ലൈൻ. അതിൻ്റെ ഇക്വേഷനാണ് ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 p/r² പ്ലസ് a² ഹോൾ റൈസ് ടു 3/2. ആൻഡ് ഫോർ എ ഷോർട്ട് ഡൈപോൾ ഈസ് ഈക്വൽ ടു ഫോർ ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഷോർട്ട് ഡൈപോൾ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ദ ഡൈപോൾ, ഈക്വൽ ടു 1/4πε0 p/r³. അറ്റ് എ പോയിന്റ് ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൻറ്റി പാരലൽ ടു പി. അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ദേ ആർ നോട്ട് എ ക്ലോസ്ഡ് ലൂപ്പ്. എന്താ ഈ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവ ഒരു നോട്ട് എ ക്ലോസ്ഡ് ലൂപ്പ്. നോട്ട് എ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവ ക്ലോസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. എന്ന് പറഞ്ഞാൽ അവർ പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിപ്പിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഒരിക്കലും ഇപ്പോൾ നമ്മൾ ചില സമയത്ത് പോസിറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങിയിട്ട് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ചില സമയത്ത് നെഗറ്റീവ് ചാർജസ് മാത്രമാണെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ നിന്ന് നെഗറ്റീവ് ചാർജസിലേക്ക് വരും. ഓക്കെ, അടുത്ത ഇലക്ട്രിക് ലൈൻസ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ് ക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒന്ന് ഇങ്ങനെ പോണു, മറ്റൊന്ന് അതിൻ്റെ മേലെ ഇങ്ങനെ ക്രോസ് ചെയ്യൂലാന്ന്. ദ ടാൻജന്റ് ടു അറ്റ് എ പോയിന്റ് ഓൺ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് ലൈനാണ്. അപ്പോൾ അതൊരു കർവ്ഡ് ലൈനാണ്. ഈ കർവ്ഡ് ലൈനിൽ ഇപ്പോൾ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് ലെറ്റ് ഇറ്റ് ബി, ഞാൻ വെറുതെ ഒരു പോയിന്റ് കൊടുക്കുകയാണ് എ.
എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടേ. ഈ പോയിന്റിൽ ഈ ഈ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങനെ കാണും? നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് വരക്കും. ഈ ടാൻജന്റിന്റെ ഡയറക്ഷനാണ് ആ പോയിന്റിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി the number of field lines whose passing normally through unit area taken around a point is intensity of electric field at that point. എന്ന് പറഞ്ഞാൽ എത്ര കൂടുതൽ ഫീൽഡ് ലൈൻസ് ഒരു പോയിന്റിലുണ്ടോ അവിടെ അതിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. നെക്സ്റ്റ്, ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. ടോർക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ടോർക്ക് ഉണ്ടാക്കുകയെന്നും ടോർക്ക് റൊട്ടേഷണൽ മോഷനെ ഹെൽപ്പ് ചെയ്യും എന്നും നിങ്ങൾക്കറിയാം. ഫോഴ്സ് ഓൺ നമ്മളതിൻ്റെ ഫിഗർ ഇത് യൂണിഫോം ഫീൽഡാണ്. അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷനാണ് ആവശ്യം, അതുകൊണ്ടാണ് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓർക്കണം, നമ്മൾക്ക് ഇതിങ്ങനെ കുറേ തിയറി പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. കുറേ തിയറിയുടെ ആവശ്യമല്ല, അതൊക്കെ നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാമിന് ഇപ്പോൾ എൻട്രൻസ് ആണ്. നമുക്ക് ഇക്വേഷൻ അതിൻ്റെ കൺസെപ്റ്റ് അത് മാത്രം മതി. ബാക്കി പ്രോബ്ലം സെഷനിൽ കാണാം. പ്രോബ്ലം സെഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ the force on positive charge F is equal to plus QE. ഇതല്ലേ പോസിറ്റീവ് ചാർജ് എവിടെയാ? അതാ. അതുപോലെ തന്നെ ഫോഴ്സ് ഓൺ നെഗറ്റീവ് ചാർജ് F is equal to minus QE. കണ്ടോ, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈക്വൽ, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. നിങ്ങളൊരു പേന എടുത്തിട്ട് ആ പേനയുടെ ഇത് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം, അതിൻ്റെ ബാക്ക് പോർഷൻ, ആ ടോപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടും ബാക്ക് പോർഷനിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്താൽ അത് കറങ്ങും. And these two forces are equal in magnitude and opposite in direction and act along two parallel lines. കണ്ടോ, along two parallel line ആണ് ഇത് ആക്ട് ചെയ്യുന്നത്. hence they constitute a couple and the torque on this torque is equal to PE sin theta equation. sin theta ആണ്, അതുകൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. മാക്സിമം തീറ്റ 90 ആയിരിക്കും sin തീറ്റൻ്റെ വാല്യൂ അല്ലേ? ഇതൊക്കെ അറിയാമല്ലോ. വെക്ടറാണ്, വെക്ടർ പ്രൊഡക്റ്റ് ആണത്. Then potential energy of an electric dipole. Potential energy of electric dipole placed in a uniform field. Equation ഇതാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. PE cos θ1 minus cos θ2. θ1 എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഉണ്ടായിരുന്ന ടോർക്ക് ഉണ്ടായിരുന്ന ആംഗിൾ, θ2 അത് റൊട്ടേറ്റ് ചെയ്തു പിന്നെ അതിനുണ്ടായിരുന്ന ആംഗിളാണ് θ2. ഇവിടെ പറയുന്നുണ്ട് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഡൈപോൾ ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൂവ്മെൻ്റ് ആണ്, ഈ ഇലക്ട്രിക് ഫീൽഡാണ്, ഒക്കെ വെക്ടറാണ് കേട്ടോ. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി വർക്ക് എന്നൊക്കെ പറയുന്നത് സ്കെലാറാണ്. നെക്സ്റ്റ് വൺ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ number of electric field lines passing through an area normally is called electric flux. And electric flux phi എന്ന അക്ഷരം കൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് റെപ്രസെന്റ് ചെയ്യുക. phi is equal to E dot S ആണ്. ദാറ്റ് ഈസ് ഒന്നുമില്ലടാ, 90 ഡിഗ്രി ആയിട്ടൊരു സർഫസിനോട് കൂടി എത്ര നമ്പർ ഓഫ് ഫ്ലക്സ് പാസ്, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ്. phi is equal to ES cos theta. ഈ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ആണ്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ്. ആ എസ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കേട്ടോ, ആ സർഫസിൻ്റെ ഏരിയ ആണ്. പിന്നെ ഏരിയ വെക്ടർ എപ്പോഴും, ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ എങ്ങനെയാണെന്നറിയോ? ഒരു സർഫസിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നിങ്ങൾക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് വഴി കിട്ടുന്ന ആൻസർ സ്കെലാർ പ്രൊഡക്റ്റ് ആണ്. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളമാണ്. ഗോസസ് തിയറം. Gauss, it is a total electric flux through any closed surface enclosing a charge which is equal to 1 by epsilon 0 time the total charge enclosed by the surface. എന്ന് പറഞ്ഞാൽ phi എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വൽ ടു 1 by epsilon 0 Q enclosed. ഇന്റഗ്രൽ ഓഫ് E dot ds, നമ്മൾ ഫ്ലക്സിന്റെ വേറെ ഇക്വേഷൻ, ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q enclosed.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതെന്തായിരിക്കും? ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ് ആയിരിക്കും. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് എൻക്ലോസ്ഡ് ഇലക്ട്രിക് ഡൈപോൾ ഇസ് ഈക്വൽ ടു 0. അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം ഇത് വായിക്കണം. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് 1/4πε0 Q/r². at a point due to infinitely long line charges എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലൈൻ ചാർജസ് വലുതാണ്. ഇതൊരു പോയിന്റ് ചാർജ് ആയിരുന്നു. λ/2πε0r. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ലാംഡ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, ഇതിൻ്റെ ഇക്വേഷൻസ്, ഇത് ചാർജ്ഡ് ഷീറ്റാണ്, നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റാണ്. ഇത് 2 ഷീറ്റിൻ്റെയാണ്. ഇതൊക്കെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് സോളിഡ് ഓർ ഹോളോ കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഹോളോ കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഉള്ള പൊള്ളയായിട്ടുള്ള ഒരു സ്ഫിയർ. ഈ ഔട്ട്, ഈ സർഫസ്, ഈ ഇന്ന് ഒന്ന് കണ്ടുപിടിക്കണം, പഠിക്കണം. സോ ഫൈനലി നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ, അതിൻ്റെ ഇക്വേഷൻസ് ഔട്ട്സൈഡ്, സർഫസിൽ, ഇൻസൈഡ് ആൻഡ് ഗ്രാഫ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ തിയറി. നിങ്ങൾക്ക് വേണ്ട ഇക്വേഷനാണ്. ആൻഡ് ഇതിൽ ഒരുപാട് പരിമിതികൾ നിങ്ങൾക്ക് ഉണ്ടെന്നറിയാം. കാരണം നമ്മളിത് ഒരു ഒരു നിങ്ങൾക്കൊന്നാമത് ഇത് വായിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ക്ലാസ്സിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. ബ്രെയിനറി, അതുപോലെ തന്നെ ബ്രെയിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അവസരം ഒരുക്കി തരുന്നതിന് നിങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും ഇപ്പം എന്താ ചെയ്യാന്ന് അറിയാതെ തന്നെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതൊരു ചാൻസാണ്. നിങ്ങളെ മോട്ടീവ് ചെയ്യാൻ ബ്രെയിനറി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നല്ല ഒരു പ്ലസ് പോയിൻ്റാണ്. എനിവേ, ഫുൾ വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഇതിനനുസരിച്ച് നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. ആ നോട്ടിൽ കാര്യം ഉണ്ട്. മെയിൻ ഇക്വേഷൻസ് മാത്രം വലിച്ചെഴുതരുത്. മെയിൻ ഇക്വേഷൻസ്, വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ഡയറക്ഷൻസ്, ഇത് മാത്രം എഴുതി വെക്കുക. അതുപോലെ തന്നെ ഫൈനലി പ്രോബ്ലംസ് ആയിട്ട് ഇനി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.